പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു 4 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. ഈ നിസ്കാരം മുജറബാത്തു സ്വാലിഹീൻ എന്ന കിതാബുണ്ട്. ആ കിതാബിൽ മഹാന്മാര് പറയുന്ന ഒരു അമലാണ്. ഈ അമല് ഇതെന്തിനു വേണ്ടിയാണ്? നമുക്കൊക്കെ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് അല്ലേ? നമ്മുടെ ഉദ്ദേശം, നമ്മുടെ ആവശ്യം, നമ്മുടെ ആഗ്രഹം, അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ട് മാറാൻ, നമുക്ക് എന്തെങ്കിലും നേടിക്കിട്ടാനുണ്ടെങ്കിൽ അത് നേടിക്കിട്ടാൻ ഒക്കെയായിട്ട് മഹാന്മാര് പഠിപ്പിച്ചു നൽകിയ ഒരു 4 റക്അത്ത് നിസ്കാരം. എപ്പോഴാണ് ഈ നിസ്കാരം നിസ്കരിക്കേണ്ടത്? അതിന്റെ ടൈം പറയാം. നമ്മൾ ഇശാ നിസ്കാരത്തിന് ശേഷമാണ്. ഇശാ നിസ്കാരത്തിന് ശേഷം നമ്മൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുമല്ലോ സാധാരണ. അത് കഴിഞ്ഞ് ചിലപ്പോൾ വിത്ർ നിസ്കരിക്കും, ആയിക്കോട്ടെ, അതൊക്കെ കഴിഞ്ഞായാലും മതി. അതൊക്കെ കഴിഞ്ഞിട്ട് ഇശാ നമസ്കാരത്തിന് ശേഷം ഒരു 4 റക്അത്ത് സുന്നത്ത് നിസ്കാരം. ആദ്യം 2 റക്അത്ത് നിസ്കരിക്കുക, അതിനുശേഷം സലാം വീട്ടുക, വീണ്ടും 2 റക്അത്ത് നിസ്കരിക്കുക. അങ്ങനെ നിസ്കരിക്കലാണ് നല്ലത്. അല്ലെങ്കിൽ മൊത്തത്തിൽ 4 റക്അത്തായിട്ടും നിസ്കരിക്കാം. അപ്പൊ മൊത്തം 4 റക്അത്താണ് നിസ്കരിക്കേണ്ടത്. ഇത് ഇശാ നിസ്കാരത്തിന് ശേഷമാണ് നിസ്കരിക്കേണ്ടത്. ഇനിയിപ്പോ പകല് നിസ്കരിക്കാവോ, ഉച്ചക്ക് നിസ്കരിക്കാവോ എന്നൊന്നും ചോദിക്കേണ്ട. ഇതിന്റെ ടൈം മഹാന്മാര് പഠിപ്പിച്ചത് ഇശാ നമസ്കാരത്തിന് ശേഷമാണ്. 4 റക്അത്താണ്. 4 റക്അത്ത് മൊത്തത്തിൽ നമുക്ക് നിസ്കരിക്കാം. നമ്മൾ ഇശാ നിസ്കരിക്കുന്ന പോലെ 4 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കാം, അല്ലെങ്കിൽ 2 റക്അത്ത് നമസ്കരിച്ച് സലാം വീട്ടി വീണ്ടും 2 റക്അത്ത് നമസ്കരിക്കാം. ഇപ്പൊ നമ്മുടെ നിസ്കാരത്തിന്റെ ടൈം പറഞ്ഞു. ഇനി നിസ്കാരത്തിന്റെ നിയ്യത്ത് എന്താണ്? ആവശ്യം നിറവേറാനുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഖിബ്ലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ. ഇതാണ് നിയ്യത്ത്. നിയ്യത്ത് ഒന്നുകൂടി പറയാം. ആവശ്യം നിറവേറാനുള്ള, അല്ലെങ്കിൽ ആഗ്രഹം സഫലീകരിക്കാനുള്ള, അല്ലെങ്കിൽ മുറാദ് ഹാസിലാവാനുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഞാൻ അല്ലാഹു തആലാക്ക് വേണ്ടി ഖിബ്ലക്ക് മുന്നിട്ട് നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ. നിയ്യത്ത് വെച്ച് നമ്മൾ കൈകെട്ടി. അപ്പൊ അതിന്റെ നിസ്കാരത്തിന്റെ ടൈം പറഞ്ഞു, നിസ്കാരത്തിന്റെ നിയ്യത്ത് പറഞ്ഞു, നിസ്കാരത്തിന്റെ റക്അത്തും നമ്മൾ സൂചിപ്പിച്ചു. ഇനി അപ്പോ നമ്മൾ കൈകെട്ടി, അതിനുശേഷം വജ്ജഹത്തു ഓതുക. വജ്ജഹത്തു ഓതി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ 1ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതുക. സൂറത്തുൽ ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ട് ആയത്തുൽ കുർസി 3 പ്രാവശ്യം ഓതുക. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹു സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ദുഹുമാ വഹുവൽ അലിയ്യുൽ അലീം. ആയത്തുൽ കുർസി 3 പ്രാവശ്യം ഓതുക. 1ാമത്തെ റക്അത്തിലാണ്. 1ാമത്തെ റക്അത്തിൽ അപ്പൊ ഇശാ നമസ്കാരത്തിന് ശേഷം ആണ് നിസ്കരിക്കേണ്ടത്. ആദ്യം 2 റക്അത്ത് നിയ്യത്ത് വെക്കുക. എങ്ങനെ? ആവശ്യം നിറവേറാനുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഖിബ്ലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ. അത് കഴിഞ്ഞിട്ട് വജ്ജഹത്തു ഓതുക. വജ്ജഹത്തു ഓതിയതിനു ശേഷം അഊദു ഉൾപ്പെടെ സൂറത്തുൽ ഫാത്തിഹ ഓതുക. അത് കഴിഞ്ഞ് സൂറത്തിന് പകരം അവിടെ ഓതേണ്ടത് 3 പ്രാവശ്യം ആയത്തുൽ കുർസിയാണ്. എന്നിട്ട് പിന്നെ റുക്വയിലേക്ക് പോവുക, ഇഅ്തിദാലിലേക്ക് വരിക, വീണ്ടും സുജൂദ് ചെയ്യുക, ഇരിക്കുക, വീണ്ടും 2ാമത്തെ സുജൂദ്. അത് കഴിഞ്ഞ് പിന്നെ 2ാമത്തെ റക്അത്തിലേക്ക് അല്ലാഹു അക്ബർ. 2ാമത്തെ റക്അത്തിൽ വന്നു. 2ാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതുക. ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ട് 3 സൂറത്തുകൾ ഏതൊക്കെയാണ്? ഒന്ന് സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ ഓതുക. അത് കഴിഞ്ഞിട്ട് സൂറത്തുൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്. അത് കഴിഞ്ഞ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരി വസ്വസ്. അപ്പോൾ 2ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഓതേണ്ടത് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് സൂറത്തും ഖുൽ അഊദു ബിറബ്ബിൻ നാസ് സൂറത്തുമാണ്. എന്നിട്ട് പിന്നെ റുക്വയിലേക്ക് പോവുക, പിന്നെ ഇഅ്തിദാൽ, പിന്നെ സുജൂദ്, ഇരുത്തം, പിന്നെ 2ാമത്തെ സുജൂദ് അത്തഹിയാത്തിൽ ഇരിക്കുക. അത്തഹിയാത്തിൽ ഇരുന്നിട്ട് അത്തഹിയാത്ത് പൂർണ്ണമായിട്ട് മോദി സലാം വീട്ടുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും എഴുന്നേൽക്കുക. എന്നിട്ട് പിന്നെ നിയ്യത്ത് വെക്കുക. എന്ത്? ആവശ്യം പൂർത്തീകരിക്കാനുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഖിബ്ലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ. എന്നിട്ട് എന്ത് ചെയ്യുക? ഫാത്തിഹ ഓതുക. ഫാത്തിഹ ഓതി അപ്പൊ വജ്ജഹത്തു ഓതാം, കുഴപ്പമില്ല. വജ്ജഹത്തു ഓതുക, ഫാത്തിഹ ഓതുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ 2ാമത്തെ റക്അത്തിൽ ഓതിയതുപോലെ ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ആ 3 സൂറത്തും 3ാമത്തെ റക്അത്ത് മൊത്തത്തിൽ നോക്കുമ്പോൾ 3ാമത്തെ റക്അത്ത്, അതായത് 2ാമത്തെ സെക്ഷനിലെ ആദ്യത്തെ റക്അത്തിൽ നമ്മൾ ഓതുക. അത് കഴിഞ്ഞ് പിന്നെ റുക്വയിലേക്ക് പോയി ഇഅ്തിദാൽ കഴിഞ്ഞ് പിന്നെ സുജൂദ് ചെയ്ത് പിന്നെ 2 സുജൂദും ചെയ്ത് പിന്നെ നേരെ 4ാമത്തെ റക്അത്തിലേക്ക്, അതായത് 2ാമത്തെ സെക്ഷനിലെ 2ാമത്തെ റക്അത്ത് മൊത്തത്തിൽ നോക്കുമ്പോൾ 4ാമത്തെ റക്അത്ത് അല്ലാഹു അക്ബർ വന്നിട്ട് വീണ്ടും ഫാത്തിഹ ഓതുക. ഈ പറയപ്പെട്ട 3 സൂറത്തും ഒന്നുകൂടി ഓതുക. പിന്നെ റുകൂഅ്, പിന്നെ ഇഅ്തിദാൽ, സുജൂദൊക്കെ ചെയ്ത് അത്തഹിയാത്ത് ഇരുന്ന് അത്തഹിയാത്ത് പൂർണ്ണമായും ഓതി സലാം വീട്ടുക.
അപ്പൊ മൊത്തത്തിൽ 4 റക്അത്താണ്. 2 റക്അത്ത് നിസ്കരിക്കുക, അത് കഴിഞ്ഞ് സലാം വീട്ടിട്ട് വീണ്ടും 2 റക്അത്ത് നിസ്കരിക്കുക. അങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്.